ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന് വീടിന് മുമ്പിൽ ബോർഡ് എഴുതി വെച്ച് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ 45-കാരനാണ് വിശ്വൻ കുണ്ടൂർ. കേരളം ഉറ്റുനോക്കുന്ന ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി പ്രമുഖ എഴുത്തുകാരനും മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സി നന്ദകുമാർ, വെള്ളൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി ശ്രീ മാധവൻ നായർ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥൻ അലക്സ് പുന്നൂസ് എന്നിവർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലും വിശ്വൻ കുണ്ടൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം എന്നിവർ ടെലിഫോൺ ലൈനിലുമുണ്ട്. ന്യൂസ് ടൈം തുടരുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. പ്രാന്ത് പിടിച്ച നാട് തെയ്തൈ, പ്രാന്ത് പിടിച്ച വീട് തെയ്തൈ, പ്രാന്ത് പിടിച്ച ദൈവം. കാലം മാറി കഥ മാറി നിലം നികത്തി വീടു വെച്ചു. നിങ്ങൾക്കും പിടിക്കണ്ടേ പ്രാന്ത്? വാങ്ങൂ വായ്പ, ജഗ്തി ഫിനാൻസിയേഴ്സ്. ന്യൂസ് ടൈം തുടരുന്നു. ശ്രീ വിശ്വൻ കുണ്ടൂർ, കേൾക്കാമോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? ഹലോ, വിശ്വനാണ്. പറഞ്ഞോളൂ വിശ്വൻ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഭാര്യയും 2 പെമ്പിള്ളേരുമാണ്. തിന്നാതെയും കുടിക്കാതെയും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ 1.5 സെന്റും വീടും. ഇത് ബാങ്ക് കൊണ്ടുപോയ പിന്നെ ആത്മഹത്യയില്ലാതെ വേറെ വഴിയില്ല സാറേ. എങ്ങനെയാണ് കടക്കെണിയിൽ പെട്ടത്? പെട്ടതല്ല, പെടുത്തിയതാ എന്റെ പ്രിയ സുഹൃത്ത് സുധാകരൻ. വിശ്വ വിശ്വ ആ സുധാകരനോ? നീ എന്താ വന്നപാടെ ഇങ്ങനെ കരഞ്ഞു നിൽക്കണേ? കേറി ഇരിക്കണ്ട സുധാകര. വിശ്വ, ഞാൻ വന്നത് നീ ഇവിടെ ഇരിക്കണ്ട സുധാകര. എത്ര നാൾ കൂടിയിട്ടോ നീ വരുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം. നീ ഇവിടെ ഇരിക്കുക, ഈ ചായ കുടിക്കുക. ഇതാ ഒരു കഷ്ണം കപ്പയും കഴിക്കുക. രാധേ, ഒരു ചായ എടുത്തോ. ആ പറ. ഞാനാകെ വിഷമത്തിലാണ്. ആ, ജീവിക്കാൻ ഒരു മാർഗമില്ല. വെള്ളൂര് സഹായ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു 50,000 റുപ്യ കടെടുത്ത എന്തെങ്കിലും ഒരു ജോലി അത് ജീവിക്കാം. അത് കൊള്ളാം. ഈ അതിന് എന്നെ സഹായിക്കണം. ഒരു ജാമ്യക്കാരനായിട്ട് നിന്നാ മതി. ജാമ്യ നടക്കില്ല സുധാകര. വിശ്വ, എടാ ജാമ്യെന്നൊക്കെ പറഞ്ഞ നടക്കില്ല സുധാകര. ഞാൻ പിന്നെ ആരോട് പറയാനാടാ? എടാ എനിക്ക് 2 പെമ്പിള്ളേരാ, ഒരുപാട് ഉത്തരവാദിത്തം. നടക്കില്ല സുധാകര. എടാ, ഒന്നുമില്ലാലും വെള്ളൂര് ഗവൺമെന്റ് സ്കൂളില് നമ്മൾ ഒരു ബെഞ്ചില് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചാലടാ. ഇതൊന്നും മറക്കരുത്. ഇന്നൊന്ന് സഹായിക്കണോ വിശ്വ? അവൻ പറഞ്ഞത് നേരാ. പൊതുവാള് മാഷ് പറഞ്ഞത് ഇന്നും മറന്നിട്ടില്ല. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നല്ലേ? സമ്മതിച്ചു സമ്മതിച്ചടാ. പാടാ, ഞാൻ ഡ്രസ് ഒന്ന് പറഞ്ഞിട്ട് വരണ്ട. അവന്റെ ഒരു ആക്രാന്ത. രാധേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചായ. അല്ല, കഥ നീ തന്നെ കുടിച്ചോ. ഇതെന്താണെന്ന് പറയാമോ? വിശ്വട്ടൻ തന്നെ പറഞ്ഞാ മതി. പറഞ്ഞ ഒരു സമ്മാനം. പഴയ സ്റ്റൗവിന് പകരം പുതിയ സ്റ്റൗ എന്ന് പറഞ്ഞ പോലെ സമ്മാനം. പഴയരാതെ. വിശ്വട്ടൻ ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ പോലെയാ. പഴയ സ്റ്റൗവിന് പകരം പുതിയ സ്റ്റൗ. എനിക്ക് വേറെ പണിയുണ്ട്. എപ്പ നോക്കിയാലും ഒരു കളി. നോക്ക് നോക്ക്
പിള്ളേർക്കുള്ള ഉടുപ്പോ? കാശില്ലാത്ത നേരത്തെ എന്തിനാ വിഷയട്ടെ ഇതെല്ലാം? പിള്ളേർക്ക് ഉടുപ്പൊന്നും ഇല്ലായിട്ടല്ലോ, വെറുതെ ഓരോ തോന്നല്. ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നതെന്ന് വിഷയത്തിന് അറിയില്ല. വിഷേട്ടാ, ആ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. അയാൾ ഒരു പൈസ പോലും അടച്ചിട്ടില്ല. അവൻ അടയ്ക്കും. അതിന് നീ എന്താ ടെൻഷൻ ആവണ്? അവനെന്തെങ്കിലും വെടക്കേടുണ്ടാവും. മോള് പോയി വിശ്വേട്ടന് ഒരു ചായ കൊണ്ടുപോ. അതിന് കാലിൽ വെള്ളം ഒഴിക്കേ. വിഷേട്ടാ, ആ ബാങ്കിൽ നിന്നും വീണ്ടും നോട്ടീസ് വന്നു. അയാൾ ഒരു ചില്ലി കാശ് പോലും അടച്ചില്ല. വെള്ളൂർക്ക് പോണം, അവനെ കൈയോടെ പിടിക്കണം. അങ്ങ് ചെന്നാ മതി, ആൾ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്താ ചെയ്യണേ? അവൻ അന്വേഷിച്ച് അവന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെ പോകാനാടി? എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. രാധേ, നീ കൂടി ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കഷ്ട. വരും, അവസാനം വരും, കണ്ടോ? വരും വരും വന്നു, ഒടുവിലാവധി വന്നു. ഒന്നാം ജാമ്യക്കാരനായി നിന്നതിന് ശേഷം ഞാൻ അവനെ ഇന്നേ വരെ കണ്ടിട്ടേയില്ല. ബാങ്കിൽ നിന്നും 90,345 രൂപ ഒന്നാം ജാമ്യക്കാരൻ പലിശയും ചേർത്ത് അടച്ചില്ലെങ്കിൽ വീണ്ടും പറമ്പും ജപ്തി ചെയ്യുകയല്ലാതെ ബാങ്കിന് വേറെ നിർവാഹമില്ലെന്ന് കാണിക്കുന്ന നോട്ടീസ് കയ്യിൽ കിട്ടുന്നത്. ഇത് ബാങ്ക് കൊണ്ടുപോയാൽ പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. ശരി വിശ്വൻ, വീണ്ടും ബന്ധപ്പെടാം. ബാങ്ക് സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഒരു പാവം മനുഷ്യൻ ഇതുമൂലം ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നു. ബാങ്കിന്റെ ആക്ട് പ്രകാരമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. സുധാകരനാണ് ലോൺ എടുത്തത്. അയാൾ തിരിച്ചടയ്ക്കാത്ത പക്ഷം ഒന്നാം ജാമ്യക്കാരൻ മുതലും പലിശയും ചേർത്ത് 90,345 രൂപ അടച്ചേ പറ്റൂ. ഇതിനിടയിൽ അയാൾ കുറച്ച് പണം അടച്ചിരുന്നല്ലോ. വെറും 7,000 രൂപയാണ് അടച്ചത്. മുതലും പലിശയും ചേർത്ത് ഇപ്പൊ 90,345 രൂപയായി. നമുക്ക് വീണ്ടും വിശ്വനിലേക്ക് തിരിച്ചു വരാം. ഹലോ വിശ്വൻ, ഹലോ, കേൾക്കാമോ? ഹലോ. ബാങ്ക് സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഓ സാറേ, അദ്ദേഹത്തിന് 7,000 എന്ന് പറഞ്ഞ് പുച്ഛിക്ക. എന്റെ രാധ 3-4 കൊല്ലം ചവിട്ടി തേച്ച് ഇത്ര കാശുണ്ടാക്കി എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ഒടുവിൽ കാൽമുട്ടിന് നീര് വന്ന് കിടപ്പിലുമായി. എന്റെ ഉള്ളിൽ പച്ചഫലമാർത്തിയ ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ടല്ലേ സാർ 7,000 എങ്കിൽ 7,000 സെക്രട്ടറി ഏൽപ്പിച്ച് തൊഴുതു നിന്നത്. ഈ ലോകത്ത് മറ്റൊരു മനുഷ്യനെ തൊഴുന്നോളം നാണക്കേട് വേറെ എന്താണല്ലോ സാറേ? ശ്രീ മാധവൻ നായർ, ഇത്രയും സിൻസിയറായ, അതും ചതിയിൽപ്പെട്ട ഈ ജാമ്യക്കാരന്റെ കാര്യത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളാറുള്ളത് പോലെ ഒരു കാരുണ്യം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൂടെ? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട കടമ ബാങ്കിനില്ല. ഞങ്ങളുടെ ജോലി ധനവിനിമയ